ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്കുണ്ടാക്കാൻ പറ്റും. 4 മണിക്ക് ചായയോടൊപ്പം മറ്റും കഴിക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അതിനായിട്ട് ആദ്യമേ ബ്രെഡ് ഒരു 30 സെക്കൻഡ് ഇഡ്ഡലി തട്ടിൽ സ്റ്റീം ചെയ്യാൻ വെക്കണം. പിന്നെ വേണ്ടത് സവാള കൊത്തി അരിഞ്ഞത്, തക്കാളി ചെറുതരിഞ്ഞ്, പച്ചവെള്ളം. അത് ഓയിലൊഴിച്ച് ഒരു പാത്രത്തിൽ സവാള ആദ്യം വഴറ്റണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ് തക്കാളിയും ഒരു പച്ചമുളക് നുറുക്കിയതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. ഒരു ലിഡ് വെച്ച് അടച്ച് വെച്ചിരുന്നാൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കണ്ട. ഒരു ലിഡ് വെച്ച് അടച്ച് കുക്ക് ചെയ്യുക. ചെറുതീയിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ. ഇടയ്ക്ക് പാത്രം ലിഡ് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് വഴന്ന് തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത്, ഞാനിവിടെ ഇത് ഒരു സവാള ആണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നന്നായിട്ട് വഴന്ന് ഇരുന്നിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് 2 മുട്ട പുഴുങ്ങിയതാണ്. അത് വട്ടത്തിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇതേപോലെ ചെറുതായിട്ട് വട്ടത്തിന് കട്ട് ചെയ്ത് മാറ്റിയത്. പിന്നെ വേണ്ടത് 2 ബ്രെഡ്, നേരത്തെ സ്റ്റീം ചെയ്തെടുത്ത ബ്രെഡ്, 30 സെക്കൻഡ് സ്റ്റീം ചെയ്തതേ ഉള്ളൂ. ആ ബ്രെഡ് ഇതേപോലെ ഒരു അടപ്പോ എന്തായാലും കുഴപ്പമില്ല, വട്ടത്തിനുള്ള ഇത് വെച്ച് കട്ട് ചെയ്ത് മാറ്റണം. ആ സൈഡൊക്കെ മാറ്റിയെടുക്കുമ്പോൾ നല്ല വട്ടത്തിന് കിട്ടും. അതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സവാള വഴറ്റിയ കൂട്ട് നടുക്ക് വെച്ച് ഒരു മുട്ടയുടെ പീസാക്കിയ ഒരു പീസും കൂടി വെച്ച്, അത് മൈദ കലക്കിയതാണ്. ലൂസായിട്ടല്ല, മൈദ മിശ്രിതം. ഇതിൻ്റെ 4 സൈഡിൽ വെച്ച് 4 സൈഡിൽ അതിൻ്റെ ചുറ്റും നന്നായിട്ട് മൈദ മിശ്രിതം വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അതിലേക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്കാണിത്. അതും കൂടെ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് സൈഡ് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് അതേപോലെ എല്ലാം ഒട്ടിച്ച് മാറ്റിയെടുക്കുക. ഇത് സമോസ ലീഫാണ്, റെഡിമെയ്ഡ് വാങ്ങിയതാണ്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അതിൽ ഒരു മുട്ട മിശ്രിതം കലക്കിയതാണ്. അതാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു മുട്ട പൊട്ടിച്ച് അല്പം ഉപ്പും ചേർത്ത് കലക്കിയ മിശ്രിതമാണ്. അത് ഇതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതെന്ന് വെച്ചാൽ നമുക്ക് ഇത് സമോസ ലീഫിൻ്റെ അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ എല്ലാം ആ മുട്ട മിശ്രിതം ഇതേപോലെ തേച്ച് പിടിപ്പിച്ച്, ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ. 5-6 എണ്ണത്തിന് ഒരു മുട്ട മതിയാവും. അതേപോലെ സമോസ ലീഫ് ഇതേപോലെ ചെറിയ പീസാക്കിയതും കൂടെ വെച്ച് ഒട്ടിച്ച് ഇതേപോലെ എല്ലാം ഇതേപോലെ മാറ്റി വെച്ച്
ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച്, ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞുകൊണ്ട് ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇതേപോലെ മൂപ്പിച്ചെടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് ചെറിയ തീയിൽ വയ്ക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പെട്ടെന്ന് റെഡിയാവും. നമ്മൾ മുട്ട പൊട്ടിത്തെറിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അതുപോലെ ബാക്കിയിരുന്നതും കൂടെ റെഡിയാക്കി എടുക്കുക. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും, നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ടൊമാറ്റോ സോസിൽ മുക്കി കഴിക്കാൻ നല്ല രുചിയാണ്. സോസ് ഇല്ലെങ്കിലും കഴിക്കാം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.